ഹായ്, ഞാൻ ഡോക്ടർ നൗഷാം, ഡെൻറ്റിസ്റ്റാണ്. ഞാനിതിനു മുന്നേ ഫ്ലോസിങ്ങിൻ്റെ ഇമ്പോർട്ടിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പക്ഷേ ഞാൻ എങ്ങനെ ഫ്ലോസ് ചെയ്യണം എന്നൊന്നും കാണിച്ചിരുന്നില്ല. ഒരു പ്രോപ്പർ ഓറൽ ഹൈജീൻ എന്നത് സാധാരണ നമ്മൾ ചെയ്യേണ്ടത് ഫ്ലോസിങ്, ബ്രഷിങ് ആൻഡ് മൗത്ത് വാഷ്, ഇതാണ് സാധാരണ വേണ്ടത്. പക്ഷെ നമ്മൾ അധികം പേരും ഫ്ലോസിങ് ചെയ്യാറില്ല. സാധാരണ ആൾക്കാരുടെ പല്ലുകൾ കേടാകുന്നത് പല്ലിൻ്റെ ഇടകളിൽ നിന്നുള്ള ഭക്ഷണം തങ്ങി നിന്ന് അവിടെ നിന്നാണ് അധികം ആൾക്കാർക്ക് പല്ല് കൂടുതൽ കേടുവരും. നമ്മൾ പറയും പ്രോക്സിമൽ ഏരിയ, ഇൻ്റർഡെൻ്റൽ ഏരിയ അല്ലെങ്കിൽ പ്രോക്സിമൽ ഏരിയ എന്നാണ് സാധാരണ നമ്മൾ പറയുക. പല്ലിൻ്റെ ഇടകളിലുള്ള ഏരിയകളിൽ നിന്നാണ് സാധാരണ കേടുവരാറ്. അപ്പോൾ അതിന് കാരണം എന്തെന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും ബ്രഷ് ചെയ്യും, പക്ഷേ ഈ ബ്രഷിങ് ചിലപ്പോൾ ഈ ഇൻ്റർഡെൻ്റൽ ഏരിയകളിൽ അല്ലെങ്കിൽ പല്ലിൻ്റെ ഇടയിലുള്ള ഏരിയയിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകൾ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ഫ്ലോസ് ഉപയോഗിക്കുന്നത്. ഫ്ലോസിങ് നമ്മൾ മസ്റ്റായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഫ്ലോസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിന് മുന്നേ എനിക്ക് പറയുള്ളത്, കുറേ പേരിങ്ങനെ പല്ലിൻ്റെ ഇടയിൽ കേടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടൂത്ത് പിക്കുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ സാധാരണ ഈ ടൂത്ത് പിക്ക് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ടൂത്ത് പിക്ക് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്നതൊക്കെ തടി കൂടിയ മരത്തിൻ്റെതൊക്കെ ആയിരിക്കും. ചിലർ ഈർക്കിളിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കാണാം. അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നാമത് മോണയ്ക്ക് ജിഞ്ചൈവൽ ട്രോമ ഉണ്ടാക്കും, മോണയ്ക്ക് ട്രോമ ഉണ്ടാക്കും. അതുകൂടാതെ അത് പല്ലിൻ്റെ ഇടയിൽ കൂടുതൽ ഗ്യാപ്പുകളുണ്ട്. പലരും പല രീതിയിൽ ചേട്ട് തിരിപ്പിക്കുകയൊക്കെ ചെയ്യും ചിലർ. അപ്പോൾ കൂടുതൽ അത് പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അതിൻ്റെ കൂടുതൽ ഭക്ഷണം കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പല്ലിൻ്റെ സൈഡിലൊക്കെ ചെറിയൊരു കേടൊക്കെ ഉണ്ടെങ്കിൽ ഇതിട്ട് തിരിപ്പിക്കുമ്പോഴൊക്കെ കൂടുതൽ പല്ല് പൊട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അധികം നമ്മൾ ഫ്ലോസിങ് ചെയ്യണമെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഫ്ലോസിങ് എങ്ങനെയാണെന്ന് കാണിക്കും. പക്ഷേ ഇപ്പോൾ ഫ്ലോസ് എന്നുള്ള സംഭവം ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ് കടകളിലെല്ലാം. പണ്ടൊക്കെ കിട്ടാതെ ബുദ്ധിമുട്ടായിരുന്നു. ഇതാണ് ഫ്ലോസ് എന്നുള്ളത്. ഇതിൻ്റെ അറ്റത്തൊരു നൂലുണ്ട്, ഇതിനാണ് ഫ്ലോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ മറ്റേ എൻഡിൽ ഒരു ടൂത്ത് പിക്ക് പോലെയുണ്ട്. ഇത് നമുക്ക് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും അധികം യൂസ് ചെയ്താൽ ഇത് ട്രോമ ഉണ്ടാക്കാം. പക്ഷെ എന്നാലും മരത്തിൻ്റെ കൂടുതൽ ചെയ്യുന്നതിലും നല്ലത് ഇത് ഉപയോഗിക്കുന്നതാണ്. ഇനി ഞാനത് എങ്ങനെയാണെന്ന് കാണിക്കാം യൂസ് ചെയ്യേണ്ടത്. കണ്ടോ, ഇതിപ്പോൾ ഒരു പല്ലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പല്ലിൻ്റെ ഇടകളിലോട്ട് കയറ്റിയിട്ട് ഉള്ളിലോട്ട് നാവിൻ്റെ ഭാഗത്തോട്ടും അത് പുറത്തോട്ടും, ഇങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത്. മുകളിലോട്ടും താഴോട്ടും ചെയ്യുന്നത് ഞാൻ അധികം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഭക്ഷണം പോവില്ല. ഭക്ഷണം പോകുന്നുണ്ടെങ്കിൽ ഇത് ഉള്ളിലോട്ടും പുറത്തോട്ടുമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോസ് ചെയ്യേണ്ടത്. ഇത് സാധാരണ ഉപയോഗിച്ചിട്ട് കളയണ സാധനമാണ്. പക്ഷേ ചിലരൊക്കെ കളയാറൊന്നുമില്ല, കുറച്ച് നാൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചെയ്യാതെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും നമ്മൾ ഫ്ലോസ് ചെയ്തിരിക്കണം. ഫ്ലോസ് ചെയ്യുക, ബ്രഷ് ചെയ്യുക, മൗത്ത് വാഷ് യൂസ് ചെയ്യുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാം, ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.